വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ 2024-25 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളതെന്നും അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പ്രവർത്തനം 1. ചിത്രത്തിൽ ഒരു വലിയ സമചതുരത്തെ 8 തുല്യ ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഷെയ്ഡ് ചെയ്തത് വലിയ ചതുരത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് 8 ഭാഗങ്ങളാണ് ആക്കിയിട്ടുള്ളത് അല്ലേ? നമുക്കൊന്ന് നോക്കാം. 1 2 3 4 5 6 7 8. അപ്പോൾ ആകെയുള്ളത് 8 ഭാഗങ്ങൾ ആണ്. അതിൽ ഷെയ്ഡ് ചെയ്തത് എത്ര ഭാഗമാണ്? ഒരു ഭാഗം മാത്രമാണ്, അഥവാ 1/8 ഭാഗമാണ് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത്. 8-ലെ ആകെ ഒരു ഭാഗം എന്ന് അർത്ഥം. ഇനി ബി ചോദ്യം, 4 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരം വരച്ച് അതിനെ 16 സമഭാഗങ്ങളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4 സെൻറ്റിമീറ്ററുള്ള സമചതുരം അല്ലേ? 4 വശങ്ങളും എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ പകുതി എടുക്കുക. പകുതി എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ അല്ല. അപ്പോൾ ഏകദേശം ഇവിടെയായിട്ട് വരും. എന്നിട്ട് നേരെ വരച്ചു കൊടുക്കുക. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ഉള്ള 2 ഭാഗങ്ങളായിട്ട് മാറി. അഥവാ 4 സെൻറ്റിമീറ്ററിൻ്റെ സമചതുരം 2 ഭാഗങ്ങളാക്കി മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ഇവിടെ എത്ര ഭാഗങ്ങൾ എടുക്കാം? ഇവിടെ 4 ഭാഗങ്ങൾ എടുക്കാം. അപ്പോൾ ഇവിടെ 4 ഭാഗങ്ങളാകുമ്പോൾ ഇവിടെയും 4 ഇവിടെയും 4 കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് 8 കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 8 ഭാഗങ്ങളാക്കി മുറിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നടു ഓൾറെഡി നമ്മൾ ഒരു വര വരച്ചത് കൊണ്ട് 16 ഭാഗങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇത് എത്രയാണ് ഇപ്പോൾ ഉള്ളത്? 4 ആണല്ലേ? അപ്പോൾ 4ൻ്റെ പകുതിയായിട്ട് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ വീണ്ടും 4 ഭാഗങ്ങളാക്കുക, ഇതിനെയും 4 ഭാഗങ്ങളാക്കുക. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇത് 2 സെൻറ്റിമീറ്റർ ആണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? ഇതും 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിനെ 4 ഭാഗങ്ങളാക്കണമെങ്കിൽ 2ൻ്റെ പകുതി എത്രയാണ്? 1 ആവും. അപ്പോൾ 1 ആക്കുമ്പോൾ എന്ത് കിട്ടും? ആദ്യം നമ്മൾ 1 വെച്ച് വരക്കുക. ഇവിടെ 1 വെച്ചു. അപ്പോൾ ഇത് 1 സെൻറ്റിമീറ്റർ ആണ്, ഇത് 1 സെൻറ്റിമീറ്റർ ആണല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 1 സെൻറ്റിമീറ്ററിനെ വീണ്ടും ഹാഫ് ആക്കുക. അപ്പോൾ 1/2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് വരക്കുക. ഓക്കെ, ഇവിടെയും 1/2 സെൻറ്റിമീറ്റർ എടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും 1/2 സെൻറ്റിമീറ്റർ എടുത്ത് വരക്കുക. ഇവിടെയും 1/2 സെൻറ്റിമീറ്റർ എടുത്ത് വരക്കുക. ഇവിടെയും ഒരു 1/2 സെൻറ്റിമീറ്റർ എടുത്ത് വരക്കുക. ഇപ്പോൾ എത്ര ഭാഗങ്ങളായി? 1 2 3 4 5 6 7 8 ഭാഗങ്ങളായി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ നടുവിലായിട്ട് ഒരു വര വരച്ച് കൊടുക്കുക. ഇവിടെ ഇത് 4 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ 2 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ ഏകദേശം വരക്കുക. ഇപ്പോൾ എത്ര ഭാഗങ്ങളായി? ഇത് ഇവിടെയും 8 ഭാഗങ്ങൾ, ഇവിടെ 8 ഭാഗങ്ങൾ അല്ലേ? അങ്ങനെ മൊത്തം നമുക്ക് 16 ഭാഗങ്ങൾ കിട്ടി. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വരക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിനെ 4 സെൻറ്റിമീറ്റർ ഇവിടെയും, അഥവാ 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സമചതുരം വരക്കുക. സമചതുരമല്ല, സമചതുരമായിട്ട് വരക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ 1 2 3 4 നിങ്ങളിവിടെ അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ 4 ഇവിടെയും അടയാളപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം 16 കിട്ടും. അപ്പോൾ 4 അടയാളപ്പെടുത്തണമെങ്കിൽ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ നിങ്ങൾ വരച്ചാൽ മതി. ഓക്കെ, 1 സെൻറ്റിമീറ്റർ അകലത്തിൽ വരച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയും വരക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയും വരക്കാം. ഇനി ഇതിലെ സി ചോദ്യം നോക്കൂ. നിങ്ങൾ വരച്ച സമചതുരത്തിൻ്റെ 1/2 ഭാഗം ഷെയ്ഡ് ചെയ്യുക. 1/2 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് അല്ലേ? ഒരെണ്ണത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇവിടെ പകുതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്കറിയാം മേലത്തെ ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പകുതി കിട്ടും അല്ലേ? ഇതും പകുതിയായിട്ട് മാറും. ഇവിടെ നമ്മൾ 16 ഉണ്ടായിരിക്കും. അപ്പോൾ 1 2 3 4 5 6 7 8 ഈ 8 ഭാഗങ്ങൾ നമ്മൾ ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോഴും ഇതിൻ്റെ പകുതിയായിട്ട് നമുക്ക് കിട്ടും. ഇനി ഡി ചോദ്യം, 3/4 ഭാഗത്തിന് തുല്യമല്ലാത്തത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ നമുക്ക് തന്നിട്ടുള്ളത് 12/16 ആണല്ലേ? ഇതിന് നമ്മൾ ലഘൂകരിക്കുമ്പോൾ 12നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? 6. 16 നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും അല്ലേ? ഇനി വീണ്ടും ഇതിനെ നമ്മൾ ലഘൂകരിക്കുകയാണെന്ന് വിചാരിക്കുക. 6നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അതുപോലെ തന്നെ 8നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും അല്ലേ? അപ്പോൾ 3/4 തുല്യമാണ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് 6/8 ആണ്. 6/8 നമ്മളിവിടെ ഓൾറെഡി ചെയ്തതാണ്. അതിന് ലഘൂകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3/4 ആണ്. അപ്പോൾ ഇതും തുല്യമാണ്. ഇനി 8/16 നോക്കി നോക്ക്. 8നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും അല്ലേ? 12നെ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 6 കിട്ടും അല്ലേ? ഇനി
4/6 എന്ന് പറയുന്നത് 2നെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും, ഇവിടെ 3 കിട്ടും. അപ്പോൾ 2/3 ആണ് കിട്ടുന്നത്, 3/4 അല്ല. അപ്പോൾ ഇത് തുല്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് 15/16 കൂടെ ചെയ്തു നോക്കാം. 15/16 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 15-ൽ 3 തവണ വരും, 20-ൽ 4 തവണ വരും, അഥവാ 3/4 തുല്യമാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 8/12 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് 3/4 തുല്യമല്ലാത്തത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 2 അളവുകളെ ഭിന്ന രൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതി പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ അളവ് 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 7 സെൻറ്റിമീറ്ററിന് 7 എന്ന് തന്നെ എഴുതി കൊടുക്കാം. ഇനി മില്ലിമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10 മില്ലിമീറ്റർ ആണല്ലേ, 10 മില്ലിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഈ 8-ന് എന്ത് ചെയ്താൽ മതി? 8/10 എന്ന് എഴുതി കൊടുത്താൽ മതി. 7 8/10 എന്ന് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഇവിടെ 8/10 എന്ന് പറയുമ്പോൾ ദശാംശത്തിൽ എത്ര പൂജ്യം വരുന്ന? ഒരു പൂജ്യമാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതേ സംഖ്യ തന്നെ നമുക്ക് 7.8 എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്താൽ മതി. ഇവിടെ ഒരു പൂജ്യം ആയതുകൊണ്ടാണ് ദശാംശം ഒരു സംഖ്യ കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ, 9 ലിറ്ററും 675 മില്ലി ലിറ്ററുമാണല്ലേ. ഇത് നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ലിറ്ററിലാണ് എഴുതേണ്ടത്. അപ്പോൾ 9 ലിറ്റർ അതേപോലെ തന്നെ എഴുതി കൊടുക്കാം. ഇനി 675 എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യണം? ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണല്ലേ. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 675-നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 9/675 ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. ഇനി നമ്മൾ ദശാംശത്തിൽ എഴുതുമ്പോൾ നമുക്കറിയാം ഇവിടെ 3 പൂജ്യങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എന്ത് വേണം? ഈ 9 കഴിഞ്ഞ് 675 ഉള്ളത് ദശാംശ രൂപത്തിൽ എഴുതി കൊടുക്കുക. 9.675 എന്ന് വരും. ഇനി അടുത്തത് 7 കിലോഗ്രാമും 125 ഗ്രാമുമാണ് അല്ലേ. അപ്പോൾ ഇവിടെ കിലോഗ്രാമിലാണ് എഴുതേണ്ടത്. അപ്പോൾ 7 എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. 125 എന്ന് പറയുന്നതിന് എന്ത് ചെയ്യണം? എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം നമ്മൾ? നമുക്കറിയാം ഇവിടെ 1 ഗ്രാം അല്ലേ. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. അപ്പോൾ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 3 ദശാംശ രൂപങ്ങൾ വരണം. അതുകൊണ്ട് നമ്മൾ 7.125 കിലോഗ്രാം എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് 4 ലിറ്ററും 85 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ 4 മീറ്റർ എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതുക. 85 നമുക്ക് എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്കറിയാം 2 സ്ഥാനങ്ങൾ വേണം അല്ലേ. അപ്പോൾ 4.85 എന്നുള്ളത് വരും. ഇനി 8 മില്ലി ലിറ്റർ ആണ് തന്നിട്ടുള്ളത്. അതിന് നമുക്ക് സെൻറ്റിമീറ്ററിലാക്കുമ്പോൾ നമ്മൾ 8/10 എന്ന് എഴുതി കൊടുത്താൽ മതി. കാരണം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. ഇനി ഇതിനെ സെൻറ്റിമീറ്ററിലാക്കി എഴുതുമ്പോൾ നമുക്കിവിടെ ഒരു ദശാംശം വേണം അല്ലേ. അപ്പോൾ ഇവിടെ 8 മാത്രമേ ഉള്ളൂ. 8 ഇട്ട് കൊടുക്കുക, എന്നിട്ട് ദശാംശം ഇട്ടിട്ട് ഒരു 0 കൂടെ എഴുതുക. അപ്പോൾ 0.8 സെൻറ്റിമീറ്റർ എന്നായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. അപ്പോൾ മില്ലി ലിറ്ററും മില്ലി ലിറ്റർ, അതുപോലെ തന്നെ കിലോഗ്രാം, ഗ്രാം, ഇതിൻ്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ബാക്കിയെല്ലാം ഈസി ആയിട്ട് ചെയ്യാം. ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ താഴെ എത്രയാണോ ഭിന്നസംഖ്യകളിൽ ഉള്ളത്, എത്ര പൂജ്യം ഉണ്ടോ അത്രയും പൂജ്യം നമ്മൾ മാറ്റിയിട്ട് വേണം ദശാംശം ഇട്ട് കൊടുക്കാൻ. ഓക്കെ, ഇനി നമുക്കിതിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 3 ആണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. രാധ തിരുവനന്തപുരത്ത് നിന്നും 7:45-ന് ട്രെയിൻ യാത്ര പുറപ്പെട്ട് അന്നേ ദിവസം 11:15-ന് കോട്ടയത്ത് എത്തി. അന്നു തന്നെ കോട്ടയത്ത് നിന്നും 15:10-ന് പുറപ്പെട്ട് 18:55-ന് തിരുവനന്തപുരത്ത് എത്തി. രാധ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്ത് എത്താൻ എത്ര സമയം എടുത്തു എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴാണ് രാധ യാത്ര പുറപ്പെട്ടത്? യാത്ര പുറപ്പെട്ടത് 7:45-നാണ് അല്ലേ. ഇനി കോട്ടയത്ത് എത്തിയത് എപ്പോഴാണ്? കോട്ടയത്ത് എത്തിയത് എന്ന് നിങ്ങൾ ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. എത്തിയത് 11:15-നാണ് അല്ലേ. 11:15-ന്. എടുത്ത സമയം
സമയം എന്ന് പറയുന്നത് എത്രയാണ്? 7:45 മുതൽ 11:15 വരെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ 7 മുതൽ 11 വരെ ആവണമെങ്കിൽ എത്ര മണിക്കൂർ എടുത്തു എന്ന് നമ്മൾ ആദ്യം നോക്കുക. 7 കഴിഞ്ഞാൽ നോക്കൂ, 8, 9, 10, 11. എത്ര മണിക്കൂർ എടുത്തു? 3 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ 3 മണിക്കൂർ എടുത്തു. പ്ലസ് ഇവിടെ 45 ആണ് അല്ലേ? 45 നിന്നും 11:15 എത്തിയിട്ടുള്ളത്. അപ്പോൾ എത്ര മിനിറ്റും കൂടെ എടുത്തു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ 45 കഴിഞ്ഞാൽ 8ലേക്ക് എത്താൻ എത്ര മിനിറ്റ് ഉണ്ട്? 15 മിനിറ്റ് എടുത്തു അല്ലേ? പിന്നെ ഈ 15 ഇവിടെയും 11 വരെയാണ് നമ്മളിവിടെ 3 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്തത്. ഇവിടെ ബാക്കി എന്തുണ്ട്? 15 മിനിറ്റ് പിന്നെയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മിനിറ്റ് ആണ്. ഓക്കെ, ഇത് രണ്ടും മിനിറ്റ് ആണ്. അപ്പോൾ ഈ 3ൻ്റെ കൂടെ ഈ 2 മിനിറ്റും കൂടെ കൂട്ടുക. എത്രയായി? 30 മിനിറ്റ് അല്ലേ? അപ്പോൾ 3 + 30 മിനിറ്റ് എന്നുള്ളതാണ്. അഥവാ 3 മണിക്കൂറും 30 മിനിറ്റും. അത്രയും സമയമാണ് എന്തിനെടുത്തിട്ടുള്ളത്? തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്ക് എത്താൻ എടുത്ത സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മണിക്കൂർ ആദ്യം കൂട്ടുക, അതിനുശേഷം മിനിറ്റുകൾ കൂട്ടി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നിങ്ങൾക്ക് എന്തെഴുതാം? ഒന്നുകിൽ 3.5 മണിക്കൂർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 3.5 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടും എഴുതാം. അപ്പോൾ ഏകദേശം 210 മിനിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഉത്തരമായിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ബി ചോദ്യം, കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്ക് എടുത്ത സമയം എത്ര എന്നാണ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്കായിരുന്നു. ഇനി കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്ര സമയം എടുത്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എത്രയാണെന്ന് നമുക്ക് ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഇത് വായിക്കുന്നുണ്ട്. കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എടുത്ത യാത്രയുടെ സമയമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പുറപ്പെട്ട സമയം അല്ലേ? ബി ഉത്തരമാണ്. പുറപ്പെട്ട സമയം എപ്പോഴാണ് പുറപ്പെട്ടത്? 15:10 അല്ലേ? അപ്പോൾ 15:10 എന്ന് പറയുമ്പോൾ ഏത് സമയമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 12 മണി കഴിഞ്ഞാൽ പിന്നെ 13, ഇത് 1 മണിയാണല്ലേ? ഇനി 14 എന്ന് പറയുന്നത് 2 മണി, 15 എന്ന് പറയുന്നത് 3 മണി, പിന്നെ 16 എന്ന് പറയുന്നത് 4 മണി, 17 എന്ന് പറയുന്നത് 5 മണി, 18 എന്ന് പറയുന്നത് 6 മണി. അപ്പോൾ പുറപ്പെട്ടത് 5:10 എത്തിയ സമയം നിങ്ങൾ കറക്റ്റ് ഫുൾ എഴുതണം. തിരുവനന്തപുരത്ത് എത്തിയ സമയം എന്ന് തന്നെ നിങ്ങൾ എഴുതി കൊടുക്കണം. എത്തിയ സമയം 18:55. ഓക്കെ, ഇനി നമ്മൾ എടുത്ത സമയമാണ് നോക്കുന്നത് അല്ലേ? യാത്രക്ക് എടുത്ത സമയം ഇവിടെ 15 നിന്നും 16 ആവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, 15 നിന്നും 16 ആവണമെങ്കിൽ ഇവിടെ ഓൾറെഡി 10 മിനിറ്റ് ആണ് ഉള്ളത്. അപ്പോൾ 16 ആവണമെങ്കിൽ എത്ര മിനിറ്റ് എടുത്തിട്ടുണ്ടാവും? 15 എന്ന് പറഞ്ഞാൽ 3 മണിയിൽ നിന്നും 4 മണി ആവണമെങ്കിൽ എത്ര മിനിറ്റ് എടുക്കും? 50 മിനിറ്റ് എടുക്കും അല്ലേ? അപ്പോൾ ആദ്യം തന്നെ 50 മിനിറ്റ് എടുത്തു. അപ്പോൾ എത്രയായി? 16 ആയി. 16 നിന്നും 17, 18 എത്ര മണിക്കൂർ എടുത്തു? 2 മണിക്കൂർ എടുത്തു. ഓക്കെ, ഇനി ഇവിടെ എത്ര ഉണ്ട്? 2 മണിക്കൂർ എടുത്തിട്ട് എത്തിയോ? ഇല്ല, പിന്നെയും 55 മിനിറ്റും കൂടെ എടുത്തു അല്ലേ? +55 മിനിറ്റ്. അപ്പോൾ ഈ 50ഉം 55ഉം മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സമയമാണെന്ന് നമ്മൾ ആദ്യം നോക്കണം. എത്രയായി? 105. 105 എന്ന് പറയുമ്പോൾ 60 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 105 - 60, അഥവാ 60 എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ അല്ലേ? അപ്പോൾ 1 മണിക്കൂർ എക്സ്ട്രാ ഇവിടെ കിട്ടി നമുക്ക് അല്ലേ? ഇവിടെ 1 മണിക്കൂർ നമ്മൾ പ്ലസ് ചെയ്തു, 1 മണിക്കൂർ പ്ലസ് ചെയ്തു എന്ന് വിചാരിക്കാം. ബാക്കി എത്ര ഉണ്ടായിരിക്കും? 45. അപ്പോൾ ഈ 1 മണിക്കൂറും പിന്നെ 45 മിനിറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അഥവാ 50 മിനിറ്റും 55 മിനിറ്റും തമ്മിലാണ് നമ്മൾ നോക്കിയത്. അതിൻ്റെ കൂടെ അവിടെ എന്തും കൂടെ ഉണ്ട്? ഈ 2 മണിക്കൂറും കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ 2 + 1 എന്നായി മാറി. ഓക്കെ, 2 + 1 മണിക്കൂർ + 45 മിനിറ്റ്, അഥവാ ഇവിടെ എത്രയായി? 3 മണിക്കൂറായി അല്ലേ? അപ്പോൾ 3 മണിക്കൂറും പിന്നെ എന്തെടുത്തു? 45 മിനിറ്റും എടുത്തു. ഓക്കെ, അത്രയും സമയമാണ് യാത്രക്ക് എടുത്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? വളരെ ഈസിയാണ്. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ 15, 16 ആവാൻ എത്ര എടുത്തോ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും സമയമാണ് ഈ യാത്രക്ക് എടുത്തിട്ടുള്ളത്, 3 മണിക്കൂർ 45 മിനിറ്റ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതിന് എന്ത് ചെയ്യാം? മറ്റേ മിനിറ്റ് മൊത്തം മിനിറ്റ് ആക്കി എഴുതിയാലും കുഴപ്പമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് 3 മണിക്കൂർ 45 മിനിറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 3/4 മിനിറ്റ് മണിക്കൂർ എന്ന് എഴുതി കൊടുക്കാം.
ഇനി അതല്ലെങ്കിൽ 3.25 മണിക്കൂർ എന്ന് പറയുന്നത് 225 മിനിറ്റ് ആണ്. അപ്പോൾ ഇതും എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. ഇത് ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ആൻസർ കറക്റ്റ് ആയാലും മാത്രം മതി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ട്രെയിൻ യാത്രക്ക് ആകെ എത്ര സമയം എടുത്തു എന്നുള്ളതാണ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഈ യാത്രക്ക് എടുത്ത സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. എത്രയാണ്? 3.25 മണിക്കൂർ അല്ലേ. അപ്പോൾ ഇവിടെ സി ഉത്തരമാണ് നമ്മൾ ഇവിടെയാണ് എഴുതാൻ പോകുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു അങ്ങോട്ട് എടുത്തിട്ടുള്ളത് 3 മണിക്കൂറും 45 മിനിറ്റും ആണ്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരാനെടുത്ത സമയം എത്രയായിരുന്നു? നമ്മൾ നേരത്തെ കണക്കാക്കിയതാണ് അല്ലേ. എത്ര സമയമാണ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്? 3.5 മണിക്കൂറാണ് പ്ലസ് 3 മണിക്കൂർ അല്ലെ. നമ്മളിത് ഇറൈസ് ചെയ്തിട്ട് ചെയ്യാം അല്ലേ, അതായത് ഒന്നും കൂടെ മനസ്സിലാവാൻ ഈസി. സി ആണ്. നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്ന സമയം നോക്കാം. എത്രയായിരുന്നു? 3.5 മണിക്കൂറാണ് അല്ലേ. 3 മണിക്കൂർ പ്ലസ് എന്തുണ്ട്? 30 മിനിറ്റും. ഇനി അങ്ങോട്ട് പോകാനെടുത്ത സമയം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 3 മണിക്കൂറും പ്ലസ് 45 മിനിറ്റും. നമ്മൾ എന്ത് ചെയ്യുക? ഈ 45 30 കൂടെ ആദ്യം കൂട്ടി നോക്കുക. 45 പ്ലസ് 30 എത്ര കിട്ടും? 75 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി 75 എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? നമ്മൾ 60 നിന്നും മൈനസ് ചെയ്ത് നോക്കുക. കാരണം 60 1 മണിക്കൂറായി മാറി. അപ്പോൾ 75 നിന്നും 60 നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 15 കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ 1 മണിക്കൂർ കൂടി അല്ലേ. ഇതിൻ്റെ കൂടെ പ്ലസ് 1 കൂടെ കൂടി, അഥവാ ടോട്ടൽ 4 മണിക്കൂറായി മാറി. 4 അല്ല 6ഉം 7 മണിക്കൂർ. ഓക്കെ, ഇത് 6ആണല്ലോ. 3 + 3 6. 7 മണിക്കൂറും പ്ലസ് എന്തായി? പ്ലസ് 15 മിനിറ്റും ആയി. അപ്പം 7 മണിക്കൂർ 15 മിനിറ്റ് ആയി, അഥവാ 7.25 മണിക്കൂർ. 7.25 എന്ന് എഴുതാം, അല്ലെങ്കിൽ 7 1/4 എന്ന് എഴുതാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 435 മിനിറ്റ് എന്നും എഴുതി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താം. ഇനി ഒരു ക്ലോക്കിലെ സൂചി 1-ൽ നിന്ന് തുടങ്ങി ഒരു പ്രാവശ്യം കറങ്ങി വീണ്ടും 1-ലെത്താൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചിയാണ് ഇത്. ക്ലോക്ക് ആണെന്ന് വിചാരിക്കാം. ഇതിൽ സെക്കൻഡ് സൂചി അല്ലേ. സെക്കൻഡ് സൂചി ഇവിടെ 1 ഇത് കറങ്ങിയിട്ട് വീണ്ടും ഇവിടെ എത്താൻ എത്ര സമയമെടുക്കും? 1 മിനിറ്റാണ് എടുക്കുന്നത് അല്ലേ. എത്ര സമയമെടുക്കും? 1 മിനിറ്റ്. അപ്പോൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് 1 മിനിറ്റ് എന്നുള്ളതാണ്. 1 മിനിറ്റാണ് എടുക്കുന്നത്. ഇനി 8:55 തുല്യമായ സമയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 18:55. അപ്പോൾ 18:55 എന്ന് പറയുന്നത് ഏത് സമയമാണെന്ന് നമ്മൾ ആദ്യം നോക്കണം അല്ലേ. 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ 13, 14, 15, 16, 17, 18. ഇത് 1, 2, 3, 4, 5, 6 മണിയാണ് അല്ലേ. അപ്പം 55 എന്ന് പറയുന്നത് ഏതാ സമയം? 6:55 ആണ്. ഇവിടെ നോക്കി, ഇതിൽ ഏതാണ് 6:55 എന്ന് പറയുന്നത്? ഇതാണ്. 6:55 AM ഉണ്ട് PM ഉണ്ട്. AM നമ്മൾ ഒരിക്കലും 13, 14 എന്ന രീതിയിൽ പറയാറില്ല. അതെന്ത് പറയാറ്? 1, 2, 3 എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ഇവിടെ 6:55 PM എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇതാണ് അപ്പോൾ ശരിയായ ഉത്തരം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രവർത്തനം 4ലേക്കാണ്. ഇവിടെ 3 കിലോഗ്രാം പഞ്ചസാര 4 പാക്കറ്റുകളിൽ തുല്യമായി നിറച്ചാൽ ഒരു പാക്കറ്റിൽ എത്ര കിലോ പഞ്ചസാര ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാമിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കറിയാം എ ഉത്തരമാണ് ഇവിടെയാണ് എഴുതുന്നത്. 3 കിലോഗ്രാം ആണ് അല്ലേ. ഇതിനെ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 3000 ഗ്രാം എന്നുള്ളത് കിട്ടും അല്ലേ. 3000 ഗ്രാം. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 3000 ഗ്രാമിനെ നമ്മൾ 4 ഭാഗങ്ങളിലല്ലേ, 4 പാക്കറ്റിലാണ് നിറച്ചത്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 750 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഓരോന്നിലും ഓരോ പാക്കറ്റിലും എത്രയുണ്ടായിരിക്കും? 750 ഗ്രാം പഞ്ചസാരയാണ് ഉണ്ടായിരിക്കുക. ഇനി അടുത്ത ചോദ്യം, 17 മിഠായികൾ 3 പേർക്ക് തുല്യമായി വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര മിഠായികൾ വീതം ലഭിക്കും? എത്ര മിഠായികൾ മിച്ചമുണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആകെയുള്ളത് എത്രയാണ്? 17 മിഠായികളാണല്ലേ. ആ 17 മിഠായികളെയാണ് തുല്യമായിട്ട് നമ്മൾ ഭാഗിക്കേണ്ടത്.
അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? വളരെ ഈസിയാണ്. നമുക്കറിയാം ആകെയുള്ളത് 17 മിഠായികളാണ് അല്ലേ? ബി ഉത്തരം 17 മിഠായികളാണ്. എത്ര പേർക്ക് കൊടുക്കണം? 3 പേർക്ക് കൊടുക്കണം. 17നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര പ്രാവശ്യം പോകും? 15, 5 പ്രാവശ്യമാണ് അല്ലേ? ബാക്കി എത്രയാണ്? 2ആണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ എത്ര മിഠായികൾ കിട്ടി? 5 മിഠായികൾ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. കൊടുത്ത മിഠായികൾ 5. ഇനി മിച്ചമുള്ളത് എത്രയാണ്? മിച്ചമുള്ളത് 2 മിഠായി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ ഇതേപോലെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അഥവാ ഹരിച്ചിട്ടാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. വളരെ ഈസിയാണ്. അപ്പോൾ തന്നിട്ടുള്ളത് മേലെയുള്ളത് കൊടുത്ത കണക്കും അതുപോലെ താഴെ വരുന്നത് അതിൻ്റെ ബാലൻസ് ശിഷ്ടം വരുന്നത് എന്താണ്, അതിൽ എത്ര ബാക്കിയുണ്ടോ എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത ചോദ്യമാണ്. 7 കിലോഗ്രാം പഞ്ചസാര ഒരുപോലെയുള്ള 4 പാക്കറ്റുകളിൽ നിറച്ചു. ഒരു പാക്കറ്റിൽ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടാകും? പഞ്ചസാരയുടെ ഭാരം എണ്ണൽ സംഖ്യയും ഭിന്നസംഖ്യയും ചേർന്ന രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ചെയ്യാം. സി ഉത്തരമാണ്. 7 കിലോഗ്രാം ആണ്. അപ്പോൾ 7നെ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. എത്ര കിട്ടും? 7000 എന്നുള്ളത് കിട്ടും അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? 7000നെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 ആണുള്ളത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 1750 എന്നുള്ളത് കിട്ടും. അപ്പോൾ 1750 കിലോഗ്രാം ആയിരിക്കും ഒരു പാക്കറ്റിൽ ഉണ്ടാവുന്ന പഞ്ചസാര, ഒരു പാക്കറ്റിൽ ഉള്ളത്. ഓക്കെ, 1750 ഒരു പാക്കറ്റിൽ ഉണ്ടായിരിക്കുക. ഇനി നമ്മളുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിനെ എന്താക്കിയിട്ട് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്? ദശാംശ രൂപത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആകെ 7 കിലോ പഞ്ചസാരയായിരുന്നു ഉണ്ടായിരുന്നത്. 4 പേർക്ക് ഡിവൈഡ് ചെയ്തു. അഥവാ 7/4 കിലോഗ്രാം എന്ന് എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ 7/4 എന്ന് പറയുന്നത് 1/3/4 കിലോഗ്രാം തുല്യമാണ്. അപ്പം അങ്ങനെയും നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഇനി 1/4 തുല്യമായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 1/4, 4 1/5, 3 1/4, 4 1/3. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ നോക്കേണ്ടത് ഈ 1 × 4 ചെയ്യുക. ഓക്കെ, 1 × 4 ചെയ്യുക. ഓക്കെ, ഇവിടെ ചെയ്യാം നമുക്ക്. 1 × 4 പ്ലസ് എന്ത് ചെയ്യുക? +1 കൂട്ടി കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഛേദമായിട്ടുള്ള 4 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 4 തന്നെയാണ്. +1 എന്ന് പറയുന്നത് 5. അപ്പോൾ 5/4 എന്നായിട്ട് മാറി. അപ്പോൾ 5/4 എന്നുള്ളതില്ല. ഈ 5/4ൻ്റെ മറ്റൊരു ഫോമാണ് 5 1/4 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുണ്ട് അല്ലേ? ഏതാണ് 5 1/4 എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിൻ്റെ 5 മുതലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.